അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ റെയിൽവേ ഇനി വരുന്ന റെയിൽവേയിൽ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രയോജനകരമാവുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അതായത് ഈ കഴിഞ്ഞ 2025 ഗ്രാജുവേറ്റ് ലെവൽ ഒരു എക്സാമിനേഷൻ നടന്നു. അതിൻ്റെ റിസൾട്ടും വന്നു. ഫസ്റ്റ് ലെവലിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ലെവലിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീസുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് ഇനി വരുന്ന എക്സാമിനേഷനും ഈ ഒരു ക്വസ്റ്റ്യൻസ് ഈ ഒരു മോഡൽ നമുക്ക് ഇനി വരുന്ന ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രയോജനകരമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് പോകാം. ഒന്നാമത്തെ, എക്കൽ മണ്ണ് പ്രധാനമായും കാണപ്പെടുന്ന ഇന്ത്യൻ പ്രദേശം. എക്കൽ മണ്ണ് പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഇന്ത്യൻ പ്രദേശം ഇൻഡോ ഗംഗാ സമതലം. ഇൻഡോ ഗംഗാ സമതലത്തിലാണ് എക്കൽ മണ്ണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. സ്വകാര്യവൽക്കരണം എന്നത് പൊതുമേഖലയിൽ നിന്ന് സ്വകാര്യ മേഖലയിലേക്ക് സംരംഭങ്ങളുടെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. സ്വകാര്യവൽക്കരണത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്ത്? ക്ഷമത മെച്ചപ്പെടുത്തുക, സർക്കാർ ഭാരം കുറയ്ക്കുക. ക്ഷമത മെച്ചപ്പെടുത്തുക, സർക്കാർ ഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് സ്വകാര്യവൽക്കരണത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം. നെക്സ്റ്റ്, ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിനെ അടിസ്ഥാനമാക്കി SGUL എന്നത് ഒരു പ്രത്യേക രീതിയിൽ XLZQ എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതേ രീതിയിൽ MAOF എന്നത് RFTK എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതേ യുക്തി പിന്തുടരുമ്പോൾ BPDU എന്നത് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്ക് നോക്കുകയാണെങ്കിൽ ഓക്കെ, SGUL അത് XLZQ എന്നാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അതായത് എസ് കഴിഞ്ഞിട്ട് ബിക്കോസ് TUVWX അതായത് ഇടയ്ക്ക് 4+4 ആൽഫബറ്റ്സ് വരുന്നുണ്ട്. G കഴിഞ്ഞിട്ടാണെങ്കിൽ KL+1 ആണ് വരുന്നത്. ഓക്കെ, U കഴിഞ്ഞിട്ടാണെങ്കിൽ UVWXYZ അപ്പോൾ +4. ഇവിടെ ആണെങ്കിൽ LMNOPQ ഇവിടെ എന്താണ്? +4 ആണ്. ഓക്കെ, അപ്പം +4 +1 +4 +4 ആ ഒരു ഫോർമാറ്റാണ് ആദ്യത്തെ പാറ്റേണിൽ വന്നിരിക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ? MAOF അടുത്ത RFTK അല്ലേ? അല്ലെങ്കിൽ M കഴിഞ്ഞിട്ട് നോക്കുക MNOPQR അപ്പോൾ ഇവിടെയും +4 ആണ്. അടുത്തത് ABCDEF +4. O കഴിഞ്ഞിട്ടോ PQRST അതും +4. F കഴിഞ്ഞിട്ട് KFനും Kക്കും ഇടയിൽ നോക്കുവാണെങ്കിൽ GHIJK അപ്പോൾ അവിടെ എന്താണ്? +4 എന്ന് പറഞ്ഞൊരു ഫോർമാറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BPDU എന്ന് പറഞ്ഞ ഒരു ഫോർമാറ്റാണെങ്കിൽ BPDU എന്ന് പറയുന്ന ഫോർമാറ്റ് അനുസരിച്ച് B കഴിഞ്ഞിട്ട് അതാ CDEFG അല്ലേ? G വരും. P കഴിഞ്ഞിട്ടാണെങ്കിലോ QRSTU ആണല്ലോ. D കഴിഞ്ഞിട്ട് EFGHI U കഴിഞ്ഞിട്ട് Z. അപ്പോൾ അതായത് +4 എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഈ ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 നവംബറിൽ ഗൾഫ് ആസ്ഥാനമായുള്ള ഇന്ത്യൻ സ്കൂളുകളുടെ പങ്കാളിത്തത്തോടെ ഒളിമ്പിക് ശൈലിയിലുള്ള സ്കൂൾ കായികമേള സംഘടിപ്പിച്ചത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ്? അപ്പോൾ 2024 നവംബർ ഗൾഫ് ആസ്ഥാനമായുള്ള ഇന്ത്യൻ സ്കൂളുകളുടെ പങ്കാളിത്തത്തോടെ ഒളിമ്പിക് ശൈലിയിലുള്ള സ്കൂൾ കായികമേള സംഘടിപ്പിച്ചത്
കേരളത്തിലാണ്. ഓക്കെ, കേരളത്തിലാണ്. അത് ഓർത്ത് വെക്കുക. PSCക്കും ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. ഇനി നൽകിയിരിക്കുന്ന കോഡുകളും തുടർന്നുള്ള വ്യവസ്ഥകളും അനുസരിച്ച് അക്ഷര കോഡുകൾ ഉപയോഗിച്ച് ഒരു കൂട്ടം സംഖ്യകളും ചിഹ്നങ്ങളും കോഡും ചെയ്തിരിക്കുന്നു. നൽകിയിരിക്കുന്ന കോഡുകളും വ്യവസ്ഥകളും മനസ്സിലാക്കി തുടർന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുക. നിബന്ധനകളൊന്നും ബാധകമല്ലെങ്കിൽ പട്ടികയിൽ നൽകിയിരിക്കുന്നത് പോലെ ബന്ധപ്പെട്ട സംഖ്യയുടെ അല്ലെങ്കിൽ ചിഹ്നങ്ങളുടെ കോഡുകൾ നേരിട്ട് പിന്തുടരുകയാണ്. അപ്പോൾ ഇതിവിടെ വ്യവസ്ഥ ശ്രദ്ധിച്ച് വായിക്കണം. ഇത് വായിച്ചിട്ട് മാത്രമേ ആൻസർ ചെയ്യൂ. ഒന്നാമത്തെ ഘടകം ഒരു ചിഹ്നവും അവസാനത്തേത് ഒരു സംഖ്യയുമാണെങ്കിൽ ഈ രണ്ടിൻ്റെയും കോഡുകൾ പരസ്പരം മാറ്റണം. ഓക്കെ, ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഒരു ചിഹ്നം, അതായത് എന്തെങ്കിലും ഒരു ചിഹ്നമാണെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ചിഹ്നമോ, രണ്ടാമത്തേതെന്ന് പറയുന്നത് അവസാനത്തേത് ഒരു സംഖ്യയുമാണെങ്കിൽ, ഓക്കെ, അതായത് സംഖ്യയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ രണ്ടിൻ്റെയും ആദ്യത്തെയും അവസാനത്തെയും ഘടകങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം? പരസ്പരം മാറ്റണം എന്നാണ് ഒന്നാമത്തത്. ഓക്കെ, പറഞ്ഞിരിക്കുന്നത് ആണല്ലോ. അപ്പോൾ ആ ഒരു ഘടകം വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ 768* കോഡ് എന്തായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആണല്ലോ. 7 എന്ന് പറയുമ്പോൾ ആദ്യത്തേത് ഒന്നാമത്തെ ഘടകം ചിഹ്നമാണെങ്കിൽ, അപ്പോൾ ചിഹ്നമല്ലല്ലോ. ഇനി ഒന്നാമത്തെ ഘടകം ഒറ്റ സംഖ്യയും, ഒറ്റ സംഖ്യ അല്ലേ, 7 എന്ന് പറയുന്ന ഒറ്റ സംഖ്യ. അവസാനത്തെ ഘടകം ഒരു ഇരട്ട സംഖ്യയുമാണെങ്കിൽ, അവസാനത്തെ ഘടകം ഇരട്ട സംഖ്യ അല്ലല്ലോ, അവിടെ ഒരു ചിഹ്നമാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് വേണ്ടേ? ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും ഘടകങ്ങൾ 2 കൊണ്ട് ഹരിക്കാവുന്നതാണ്. ശരിയാ, 6ഉം 8ഉമാണ് 2 കൊണ്ട് ഹരിക്കാവുന്നതാണ്. മൂന്നാമത്തെ ഘടകം രണ്ടാമത്തെ ഘടകത്തിൻ്റെ കോഡായി കോഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കേ, 7ൻ്റെ കോഡ് നോക്കുവാണെങ്കിൽ 7 അല്ലേ, 7ൻ്റെ കോഡെന്ന് പറയുന്നത് എത്രയാണ്? കണ്ടോ, എഴുതി. ഇനി 6ൻ്റെ ഘടകം എന്ന് പറയുന്നത്, ഓക്കെ, 6ൻ്റെ ഘടകം ഏതാണ്? P എഴുതി. 8ൻ്റെ ഘടകം, ഓക്കെ, 8ൻ്റെ ഘടകം ഏതാണ്? K ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കിയാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഘടകങ്ങൾ 2 കൊണ്ട് ഹരിക്കാവുന്നതാണെങ്കിൽ മൂന്നാമത്തെ ഘടകം രണ്ടാമത്തെ ഘടകത്തിൻ്റെ കോഡായിട്ട് എഴുതണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ ഘടകം രണ്ടാമത്തെ ഘടകത്തിൻ്റെ കോഡായിട്ട് കോഡ് ചെയ്യണം ആണല്ലോ. സോ 8ൻ്റെ കോഡും എന്തായിട്ട് വരും? P തന്നെയായിട്ട് വരും. ഓക്കെ, മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് 8 ആണ്. 8 എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘടകത്തിൻ്റെ P തന്നെ വരും. K ആയിരുന്നു വരേണ്ടത്, അവിടെ P വരും. ഇനി അടുത്തത് സ്റ്റാറിൻ്റെ എന്താണ്? B ആണല്ലോ. ഇനി ഹാഷിൻ്റെ എന്താണ്? G. അപ്പോൾ ഈ P B G. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, തന്നിരിക്കുന്ന അനുപാതങ്ങളിൽ ഏറ്റവും വലുതേതെന്നാണ്. ഓക്കെ, തന്നിരിക്കുന്ന അനുപാതങ്ങളിൽ ഏറ്റവും വലുതേതാണ്? 4, 25, 26 എന്നുള്ളതാണ്. ഓക്കെ, 4, 25, 26 എന്നുള്ളതാണ് തന്നിരിക്കുന്ന അനുപാതത്തിലെ ഏറ്റവും വലുത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചതുരപ്പെട്ടിയുടെ നീളവും വീതിയും യഥാക്രമം 70 സെൻറ്റിമീറ്റർ, 96 സെൻറ്റിമീറ്റർ എന്നിങ്ങനെയാണ്. അതിൻ്റെ ഉപരിതല പരപ്പളവ് 1488 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വികരണത്തിൻ്റെ നീളം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരു ഡിസ്ക്രിപ്ഷൻസി വന്നതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ അവർ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ പരപ്പളവൊക്കെ കണ്ടുപിടിക്കാനുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ A+B = 32, A - B² = 372 എന്നിവയാണെങ്കിൽ AB എന്നിവയുടെ ഗുണനഫലത്തിൻ്റെ മൂല്യം എത്രയാണ്? AB എന്നിവയുടെ ഗുണനഫലത്തിൻ്റെ മൂല്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചെയ്യുന്ന മാതൃക എന്ന് പറയുന്നത് A - B² നമുക്ക് എങ്ങനെ എഴുതാം? = A² + 2AB, A² മൈനസ് ആണ് ഇവിടെ, ഓക്കെ, പ്ലസ് അല്ല, -2AB + B² എന്ന് എഴുതിക്കൂടെ? അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ A² + B² - 2AB എന്ന് കിട്ടും ആണല്ലോ. ആണേ, ഇവിടെ A - B² ആൻസർ തന്നിട്ടുണ്ട് അല്ലേ? എത്ര? 372 എന്ന് പറഞ്ഞാൽ, അതായത് 372 നമുക്ക് എങ്ങനെ എഴുതാം? A² + B² - 2AB എന്ന് എഴുതാമല്ലോ. ഇതിൻ്റെ അകത്തുനിന്ന് 2AB എന്ന് പറയുന്നത് എന്ത് എഴുതാൻ പറ്റും? നമുക്ക് 2AB
2ab എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 372 എന്ന് എഴുതാമല്ലോ. ആണ്. ഇനി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിനെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിനെ നമുക്ക് ഇവിടെ ഈ രീതി എഴുതിക്കൂടെ? ഇവിടെ ഒരു പ്ലസ് 2ab ഒരു മൈനസ് 2abയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെക്കൻഡ് 2ab എന്നല്ല, 2ab ഈസ് ഈക്വൽ ടു എന്ന് ആണല്ലോ. 2ab ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ഒരു മൈനസ് 2ab ചെയ്തു. അപ്പോൾ വിലയ്ക്ക് വ്യത്യാസമൊന്നുമില്ലേ? പ്ലസ് 372 എന്ന് ഇട്ടു ആണല്ലോ. പ്ലസ് 372 അല്ല, മൈനസ് 372. ഓക്കെ, സോ 2ab ഈക്വൽ ടു എന്ത് വരും? അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ മൈനസ് 2ab ഒരു മൈനസ് 2ab അവിടെ കിടപ്പുണ്ടല്ലോ, മൈനസ് 372 എന്ന് കിട്ടും. ആണേ. ഇനി എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 32 സ്ക്വയർ ആണ്. 32 സ്ക്വയർ മൈനസ് 372, 32 സ്ക്വയർ മൈനസ് 372. 32ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? അതായത് 2ab അപ്പുറത്തൊരു മൈനസ് 2ab കിടപ്പിലായിരുന്നു, അതിപ്പുറത്ത് വരുമ്പോൾ വീണ്ടും ഒരു പ്ലസ് 2ab വരും. പ്ലസ് 2ab ഈസ് ഈക്വൽ ടു നമ്മുടെ ഇവിടെ എന്ന് പറയുന്നത് 32 സ്ക്വയർ മൈനസ് 372 എന്ന് വരും. ഓക്കെ, ഇതെന്ന് പറയുന്നത് 2ab പ്ലസ് 2ab എന്ന് പറയുന്നത് 4ab വരും. ഓക്കെ, ഇതിൻ്റെ അകത്തുനിന്ന് 4 എന്ത് ചെയ്യുക? ഈ 4നെ അങ്ങ് ഇപ്പുറത്ത് കൊണ്ടുവരിക. ഓക്കെ, 4നെ അങ്ങ് ഇപ്പുറത്ത് കൊണ്ടുവരിക. ഇത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ആൻസർ എന്ന് പറയുന്നത് എത്ര കിട്ടുന്നത്? 163 എന്ന് കിട്ടും. ഓക്കെ, 163 എന്ന് കിട്ടും. ചെയ്ത് നോക്കിയാൽ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ആൻസർ പെട്ടെന്ന് തന്നെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നവയിൽ ഏത് കരാർ പ്രാബല്യത്തിലാക്കാനാണ് 1960 9ാം ഭേദഗതി നിയമം നടപ്പിലാക്കിയത്? തന്നിരിക്കുന്നവയിൽ ഏത് കരാർ പ്രാബല്യത്തിലാക്കാനാണ് 1960 9ാം ഭേദഗതി നിയമം നടപ്പിലാക്കിയത്? 4 കരാർ അവർ തന്നിട്ടുണ്ട്. ഇൻഡോ പാക് കരാർ 1958 ഇൻഡോ പാക് കരാർ, ലാഹോർ 1999 ലാഹോർ പ്രഖ്യാപനം, 1972 സിംല കരാർ, 1966 താഷ്കൻഡ് കരാർ. അപ്പം 1960 9ാം ഭേദഗതി നിയമം നടപ്പിലാക്കിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടെത്താൻ പറ്റും. 1960 ഓക്കെ, 1960 9ാം ഭേദഗതിയാണ്. അപ്പോൾ 1960 ഭേദഗതി നടത്തണം എന്നുണ്ടെങ്കിൽ എന്തായാലും അതിന് മുമ്പ് വന്ന നിയമമായിരിക്കണമല്ലോ, അല്ലേ? സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇൻഡോ പാക് കരാർ 1958 എന്നുള്ളത് ആൻസർ കിട്ടും. ബാക്കി എല്ലാം നോക്കുകയാണെങ്കിൽ 1960 ശേഷം വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആൻസർ അറിഞ്ഞൂടാ എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ഒന്ന് ലോജിക്കലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഇനി റീന, നവീൻ, അർപ്പിത എന്നിവർ യഥാക്രമത്തിൽ 5:6:30 എന്ന അനുപാതത്തിൽ നിക്ഷേപിച്ചു പാർട്ണർഷിപ്പിൽ ഒരു ബിസിനസ് ആരംഭിച്ചു. വർഷാവസാനം അവർ 36,400 ലാഭം നേടി. ഇത് അവരുടെ ആകെ നിക്ഷേപത്തിൻ്റെ 14%. നവീൻ്റെ നിക്ഷേപം എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം ഇത് നമ്മൾ ചെയ്ത് നോക്കുക. അനുപാതം എടുത്തുവാണ് 5:6:30 എന്ന അനുപാതത്തിലാണ് ബിസിനസ് ആരംഭിച്ചത്. അപ്പോൾ വർഷാവസാനം അവർക്ക് ലാഭം എന്ന് പറയുന്നതാണ് തന്നിരിക്കുന്നത്. എത്ര? 36,400 രൂപയാണ് ലാഭം. ഓക്കെ, ഇത് ഈ 36,400 എന്ന് പറയുന്ന ആകെ നിക്ഷേപത്തിൻ്റെ എത്ര? 14%. അപ്പോൾ അതായത് ആകെ നിക്ഷേപം എന്ന് പറയുന്നത് എക്സ് എന്നെടുത്താൽ എക്സിൻ്റെ 14% എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? 36,400 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നവീൻ്റെ നിക്ഷേപം എത്രയാണെന്നാണ് കൊണ്ടിരിക്കുന്നത്. അതായത് 5:6:3 എന്ന് പറയുന്ന അനുപാതമാണല്ലോ. 3 അല്ല, സോറി,
30 എന്ന് പറയുന്ന അനുപാതമല്ല, അത് നവീൻ്റെ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതി നമ്മൾ ഇത് ആൻസർ ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എക്സ് കിട്ടും. ഇത് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എക്സ് ഫൈൻഡ് ചെയ്യാം. അവരുടെ ടോട്ടൽ എത്ര അവർക്ക് എത്ര രൂപയാണ് അവർ ബിസിനസ് ആരംഭിച്ചതെന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നവീൻ്റെ നിക്ഷേപം എത്ര, ഓരോരുത്തരുടെയും നിക്ഷേപം ടോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ നവീൻ്റെ നിക്ഷേപം എന്ന് പറയുന്നത് എത്ര? എക്സ് ഇൻറ്റു ടോട്ടൽ 5. ഇത് എത്ര? 5 + 6 + 30 നോക്കുക. അപ്പോൾ എത്ര ആയിരിക്കും വരുന്നത്? 24 വരും അല്ലേ? 24 6/24 ടോട്ടലിൻ്റെ 6/24 ആണ് നവീൻ നിക്ഷേപിച്ചത്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. സോ അത് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നത് 65,000 എന്നാണ്. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയാൽ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 10 ക്വസ്റ്റ്യനുകൾ. അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യനും ആൻസേഴ്സും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ബാക്കി പാർട്ട് വേണം എന്നുള്ളവർ ദയവായി കമൻറ്റ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അടുത്ത സെക്കൻഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. ഇതിനു മുമ്പ് ഞാൻ കുറേ വീഡിയോകൾ അപ്ലോഡ് ചെയ്തപ്പം വേണോ വേണ്ടയോ എന്നുള്ളത് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ചിലതൊക്കെ ഞാൻ കളയുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ ബാക്കി ഒരു 100 ഗ്രാജുവേറ്റ് ലെവലിൻ്റെ 100 ക്വസ്റ്റ്യൻ ഉണ്ട്. 100 ക്വസ്റ്റ്യന് ആൻസേഴ്സും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വിധവും സഹിതം ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ട് മീ.